രാവിലെ അനീഷും ഷാനവാസും മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. രണ്ടുപേരുടെ പുറത്തിരുന്ന് സംസാരിക്കുകയാണ്. വെറുതെ ഒരേ നാട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കർഷകരൊക്കെ രാവിലെ എഴുന്നേക്കുമെന്ന് പറയാറില്ലേ, അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ വേഗം തന്നെ അവിടെയൊക്കെ വെയിലടിക്കും. 6 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ഇളം വെയിലാവും. ഇളം വെയിലിൻ്റെ സമയമല്ലേന്ന് ഷാനവാസ് ചോദിക്കുന്നത്. അതെ, 6 മണിക്ക് ഇളം വെയിലാവും അവിടെ. അതുകൊണ്ടല്ലേ എല്ലാവരും നേരത്തെ പോകുന്നത്. പക്ഷേ ഷാനവാസ് ചോദിക്കുന്നത് കടലൊക്കെ അടുത്തല്ലേ? ഇല്ല, കടലടുത്തല്ല, കടൽ 15 കിലോമീറ്റർ അകലെയാണ്. അനീഷ് പറയുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു മരങ്ങളും ഇല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് സൂര്യരശ്മികൾ പതിക്കും. മനസ്സിലായോ? അപ്പോൾ അവിടെ ചൂട് കൂടുതലായിരിക്കും ഓട്ടോമാറ്റിക്കലി. തീരപ്രദേശത്ത് ചൂട് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കാലത്ത് എഴുന്നേറ്റ് പോകുന്നത്. പണ്ടൊക്കെ പറയാറില്ലേ, കർഷകർ 4 മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യുമെന്ന്. അതുകൊണ്ടാണ്. കൃഷി എന്ന് പറയുന്നത് ഒരു വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് കൃഷി ആരും ചെയ്യാത്തതെന്ന് ഷാനവാസ് ചോദിക്കുന്നത്. ജീവിച്ചു പോകാം, അത്രയേ ഉള്ളൂ. മഴ വരുന്നതും കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിട്ടൊക്കെ ബാധിക്കത്തില്ലേ, അപ്പോൾ ഭയങ്കര നഷ്ടമാണ്. എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, കൃഷി എന്ന് പറയുന്നത് ആളുകൾ വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒന്നാണ്. കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് അധ്വാനമുണ്ട്. അവർ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയത്നമുണ്ട്. അത്രയും അവർ പ്രയത്നിച്ചിട്ട് കാലാവസ്ഥ പ്രതികൂലമാവും. അപ്പോൾ എല്ലാം നഷ്ടമാവും. ഒരു മഴ പെയ്താൽ മതി, നമ്മൾ തലേദിവസം കണ്ട നെൽച്ചെടികൾ മൊത്തവും താഴെ കിടക്കുന്ന കാണാൻ നേരം വെളുക്കുമ്പോൾ. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നത് എല്ലാം നഷ്ടമാവില്ലേ, ഇപ്പം മെഷീൻ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ചോദിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ മഴ പെയ്ത് എല്ലാം താഴെ കിടന്നു കഴിഞ്ഞാൽ മെഷീൻ നമുക്ക് ഇറക്കാൻ പറ്റില്ല. മഴയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് മെഷീൻ ഇറക്കുമ്പോഴത്തേക്ക് അത് കൊഴിഞ്ഞ് വീണിട്ടുണ്ടാവും. കൊഴിഞ്ഞ് വീണ് അപ്പം തന്നെ അത് കൊയ്തില്ലെങ്കിൽ 3-4 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് മുളയ്ക്കാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും കൃഷിക്കാരല്ലാത്ത സാധാരണക്കാരായ ആൾക്കാരെന്താ വിചാരിക്കുന്നത്, ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. അങ്ങനെയാണ് ഓരോരുത്തരും ചിന്തിക്കുന്നതെന്ന്. ഷാനവാസ് എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷ് ഒരുപാട് നേരമായിട്ട് സംസാരിക്കുക, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗ്രാൻഡ് ഫാദർ ഉള്ള കാലത്ത് ഞായറാഴ്ച എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്നത്, പിന്നെ അനീഷിൻ്റെ ഫാദർ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ്. ഫാദറിൻ്റെ സ്വഭാവങ്ങളാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ അനിയൻ്റെ സ്വഭാവം. അനിയന് കിട്ടിയേക്കുന്ന അമ്മയുടെ ആൾക്കാരുടെ ആ ഒരു ഇതാണ് അനിയന് എല്ലാം കിട്ടിയേക്കുന്ന അമ്മയുടെ ആ ഒരു ഭാഗമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഷാനവാസൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം.